ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2022 പുറത്തിറങ്ങിയിട്ടുള്ള നദിചാരമി എന്ന ഒരു മൂവിയാണ്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ 1995 കാണിക്കുന്നു. അവിടെ ഇപ്പോൾ ഒരു വീട്ടില് പരിസരമൊക്കെ ക്ലീൻ ചെയ്യാൻ വന്ന വ്യക്തി അവിടെ നോക്കുന്ന സമയത്ത് മണ്ണിനടിയിലായിട്ട് ഒരു മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ അവർക്ക് കാണാൻ കഴിഞ്ഞു. ഇത് കണ്ടിട്ട് അവരെല്ലാം ഭയങ്കരമായിട്ട് ഷോക്ക് ആവുകയാണ്. അവിടെ വെച്ച് കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് കുറച്ച് പയ്യന്മാര് കൂടിയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ക്രിക്കറ്റ് ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് പന്ത് നേരെ ദൂരേക്ക് പോവുകയാണ്. ഉടനെ തന്നെ ഒരു പയ്യൻ പന്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നേരെ പോകുന്ന സമയത്ത് അവിടെ ഒരു ബോക്സ് കണ്ടു. ആ ബോക്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ തുറന്നു നോക്കുന്ന സമയത്ത് അതില് ഒരു മനുഷ്യന്റെ കൈ അറുത്ത നിലയിൽ കാണപ്പെട്ടു. അപ്പോഴേക്കും ഈ പിള്ളേരെല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ച് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അടുത്ത സീനിൽ കാണിക്കുന്നത് കുറച്ച് ആളുകൾ കൂടിയിട്ട് ഒരു ഓട്ടോയിൽ വന്നിട്ട് ഒരു സ്ഥലത്തിരുന്ന് മദ്യപിക്കുന്നതാണ്. അവിടെ വെച്ചിട്ട് ഒരു ബാഗ് കാണുകയാണ്. ആ ബാഗിൽ എന്തായിരിക്കും അറിയാൻ വേണ്ടി തുറന്നു നോക്കുന്ന സമയത്തും ആ ബാഗില് ഒരു മനുഷ്യന്റെ ശരീരഭാഗങ്ങളായിരുന്നു. അങ്ങനെ അവരും അത് കണ്ട ഉടനെ തന്നെ പേടിച്ച് അവിടെ നിന്ന് അലറി ഓടുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യം പോലീസൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ പോലീസ് അവിടെ വന്നിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് അതൊരു പുരുഷന്റെ ശരീരഭാഗങ്ങളാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അവിടെ വെച്ച് കട്ടായി 1999 കാണിക്കുന്നു. ഇപ്പൊ ഗീത എന്ന് പറഞ്ഞൊരു പെണ്ണ് അവളുടെ അമ്മയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു കേസിന്റെ ആവശ്യത്തിന് വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നു. ഇവള് ഒരു ജേർണലിസ്റ്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഇവളുടെ അമ്മ നീ അങ്ങോട്ടൊന്നും പോവണ്ടെന്ന് പറയുമ്പോൾ അവള് എന്റെ ജോലി ഇതായി പോയില്ലേ, ഞാൻ തീർച്ചയായിട്ടും പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ അവളിപ്പോ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജയിലറെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ജയിലറെ ചെന്ന് കണ്ടിട്ട് ശ്രീലത കേസിനെ കുറിച്ച് എനിക്ക് കുറച്ച് കൂടുതൽ അറിയാനുണ്ടെന്ന് പറയുന്നു. അതിനു വേണ്ടിയിട്ട് അവരെ കാണാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ജയിലർ പറയുന്നു അവരെ കാണാൻ കഴിയും, പക്ഷെ അവര് ഒന്നും തന്നെ സംസാരിക്കാൻ ചാൻസ് ഇല്ല. ഞങ്ങൾ ഒരുപാട് നാളുകളായിട്ട് അവളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, പക്ഷെ ഇന്ന് വരെ അവള് ഒന്നും മിണ്ടിയിട്ടില്ല. എന്നാൽ ഗീതയാണെങ്കിൽ എങ്ങനെയെങ്കിലും അവരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി താന്ന് പറയുമ്പോൾ ഈ ജയിലർ തന്റെ മേലുദ്യോഗസ്ഥരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരം നമ്മളുടെ ഗീതയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ ഇപ്പൊ ശ്രീലത വരുന്ന സമയത്ത് ഗീത അവളുടെ അടുത്ത് പറയുന്നു നിങ്ങളുടെ കേസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, പക്ഷെ കൊല ചെയ്തത് നിങ്ങളല്ല, അതുകൊണ്ട് എനിക്ക് ആ കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് അറിയണം. അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്തും ശ്രീലത ഒന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ സമയം ഒന്നും മിണ്ടാതെ ഇരുന്നിട്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ശ്രീലത അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ 1994 കാണിക്കുന്നു. ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് ഇവളുടെ കല്യാണം കഴിഞ്ഞത്. ഇവളുടെ ഹസ്ബൻഡിന്റെ പേര് പ്രഭാകർ എന്നാണ്. രണ്ടുപേരും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അയാൾ ഇപ്പൊ ജോലിക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നു. ഇവളും വളരെ സന്തോഷത്തോടു കൂടി അയാൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ജോലിക്ക് പറഞ്ഞു വിടുന്നു. അവിടെ വെച്ച് കേട്ടാൽ ഇപ്പൊ കൃഷ്ണ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കാണിക്കുന്നു. അയാള് ഇപ്പൊ നേരെ ഇവളുടെ വീട്ടിലേക്ക് വരികയാണ്. ഇയാള് ഇവരുടെ വീടിന് അടുത്ത് തന്നെയായിട്ട് ഒരു അയൺ ഷോപ്പ് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ഡ്രസ്സൊക്കെ അയൺ ചെയ്തിട്ട് ഈ കൃഷ്ണ എന്ന് പറഞ്ഞ ആള് നമ്മളുടെ ഹീറോയിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അവൾ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് നമ്മളുടെ ഹീറോയിനെ കുറച്ച് വൾഗറായിട്ടുള്ള രീതിയിൽ ഈ വ്യക്തി നോക്കുന്നുണ്ട്. അതിനുശേഷം അയാൾ ശബ്ദമുണ്ടാക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ കൃഷ്ണയെ ശ്രീലത വിളിക്കുകയാണ്. അപ്പൊ കൃഷ്ണയും കൃഷ്ണയുടെ അച്ഛനും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ നമ്മളുടെ ശ്രീലതയുടെ അടുത്ത് പറയുന്നുണ്ട് നീ തന്നിട്ടുള്ള പൈസ വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ പുതിയ അയൺ ബോക്സ് മേടിച്ചത്, ഒരുപാട് നന്ദിയുണ്ട്, ആ പൈസ ഞങ്ങൾ തിരിച്ചു തരാന്നൊക്കെ പറയുന്നു. അപ്പോൾ അവള് അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഇപ്പൊ ആ പയ്യന്റെ അച്ഛനൊക്കെ വളരെ സന്തോഷത്തോടു കൂടി പോയി ജോലി ചെയ്യുകയാണ്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ ഹീറോയിന്റെ വീട്ടിലേക്ക് ആരൊക്കെയോ വരുന്നത് കണ്ടത്. അപ്പൊ ഈ പയ്യന്റെ അച്ഛൻ കൃഷ്ണയുടെ അടുത്ത് പറയുകയാണ് അവരുടെ വീട്ടിലേക്ക് ഏതോ ബന്ധുക്കൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, നീ ഒന്ന് പോയിട്ട് അവരുടെ ലഗേജ് ഒക്കെ ഒന്ന് ഇറക്കി വെക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ഇപ്പൊ കൃഷ്ണ ഓടി ചെന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കി വെക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇത് ആരാണ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹീറോയിന്റെ ചിറ്റയും അതുപോലെ തന്നെ ചിറ്റയുടെ മകനുമാണ്. ഇപ്പൊ നമ്മളുടെ ഹീറോ അങ്ങോട്ട് വന്നിട്ട് അവരുടെ അടുത്തൊക്കെ വളരെ സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നു. അതിനുശേഷം അവൻ ഓഫീസിലേക്ക് പോവുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ ഹീറോയിന്റെ അടുത്ത് ഈ ചിറ്റ പറയുന്നത് ഇവന് ജോലിയൊന്നുമില്ല, ഇവൻ നല്ലോണം പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവൻ എവിടെയെങ്കിലും ഒരു ജോലി മേടിച്ചു കൊടുക്കാൻ. അങ്ങനെ ഇത് കേട്ട ഉടനെ തന്നെ നമ്മളുടെ ഹീറോയിൻ അവളുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് കാര്യം പറയുകയാണ്. ഹസ്ബൻഡ് അപ്പൊ തന്റെ ഫ്രണ്ടിനെ വിളിച്ചു പറയുന്നു. അങ്ങനെ ഫ്രണ്ട് അവന്റെ അടുത്ത് ഇന്റർവ്യൂവിന് വരാൻ പറയൂ, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പൊ നേരെ ഈ പയ്യൻ ഇന്റർവ്യൂവിന് പോയിട്ട് അവന് പെട്ടെന്ന് തന്നെ ജോലിയും കിട്ടുന്നു. അങ്ങനെ ഈ പയ്യൻ നമ്മളുടെ ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി ഒരുപാട് നന്ദി പറയുന്നു. അപ്പൊ അവന്റെ അമ്മ പറയുന്നു ഇവൻ കമ്പ്യൂട്ടർ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്, അപ്പൊ ഇവന് ജോലി
കിട്ടില്ലെന്നാ വിചാരിച്ചത്, ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയാണ്. അവിടെ വെച്ച് കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ഇപ്പൊ നമ്മളുടെ ഹീറോയിൻ കൂടിയിട്ട് നൈറ്റ് ഇന്റിമേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ജനൽ വഴി ആരോ നോക്കുന്നതായിട്ട് കാണുന്നു. അത് ആരായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃഷ്ണയായിരുന്നു. അവിടെ വെച്ച് കട്ടായി ഇപ്പൊ ഒരു 6 മാസത്തിന് ശേഷം കാണിക്കുന്നു. നേരത്തെ ചിറ്റയുടെ മോന് ഇവര് ജോലി മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഇപ്പൊ 6 മാസത്തിന് ശേഷം ചിറ്റയും മകനും കൂടിയിട്ട് ഇവളുടെ അടുത്ത് വന്നിട്ട് അവന് 6 മാസത്തിൽ തന്നെ ഇപ്പൊ അമേരിക്കയ്ക്ക് പോകാനുള്ള അവസരം ലഭിച്ചു, ഇതെല്ലാം അവന്റെ കഴിവുകൊണ്ട് മാത്രം കിട്ടിയതാണ്, ഇല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ട് ഒരാൾക്ക് ഇങ്ങനെ വളരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് അവര് ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ്. അതായത് 6 മാസം മുന്നേ അവര് ജോലി ചോദിച്ചു വന്ന സമയത്ത് അവരുടെ അടുത്ത് ഉണ്ടായിരുന്ന ആ മര്യാദയൊന്നുമില്ല, അവര് ഭയങ്കരമായിട്ട് ഈ രീതിക്ക് അഹങ്കാരത്തോടു കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് അവരിപ്പോ ഇവൻ അമേരിക്കയ്ക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ ഹസ്ബൻഡിനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നു. ഇവൾക്കപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എന്തോ പോലെ ആവുകയാണ്. ഇവൾ എന്നിട്ട് ഇപ്പോൾ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അതായത് എന്റെ ഹസ്ബൻഡ് ഒരുപാട് നാളുകളായിട്ട് ജോലി ചെയ്യുന്നു, അയാൾക്ക് ഇതുവരെ അത്തരത്തിലുള്ള ഒരു അവസരം ലഭിച്ചിട്ടില്ല, അങ്ങനെ ഒരു അവസരം അദ്ദേഹത്തിന് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം ഹസ്ബൻഡ് വന്ന സമയത്ത് ഹസ്ബൻഡിന്റെ അടുത്തും ഇവള് ഇതുപോലെ തന്നെ പറയുന്നു. ഇത് കേട്ട സമയത്ത് ഹസ്ബൻഡ് പറയുന്നു അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയർ ഒക്കെയാണ്, അതിനൊക്കെ വിദേശത്ത് ഒരുപാട് സ്കോപ്പ് ഉണ്ട്, പക്ഷെ ഞാൻ പഠിച്ചിട്ടുള്ളതും ഞാൻ ജോലി ചെയ്യുന്നതും അതിലൊന്നും അല്ല, അപ്പൊ ആ ഒരു കാര്യം നീ മനസ്സിലാക്കണം, അങ്ങനെ നീ കമ്പയർ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അങ്ങനെ ഇരിക്കെ അടുത്ത ദിവസം രാവിലെ ആ ചിറ്റയുടെ മകൻ ഇവരെ വിളിച്ചിട്ട് ഞാനൊരു പാർട്ടീന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിങ്ങൾ വരണ്ട, പാർട്ടി മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നു. ഇത് കേട്ട സമയത്ത് നമ്മളുടെ ഹീറോയിൻ ആകെ ദേഷ്യം വരുന്നു. അവൾ എന്നിട്ട് ഇപ്പൊ നേരെ അവളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് പറയാണ് നിങ്ങൾ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് പോകണമെന്ന്. അപ്പൊ അയാള് ഞാൻ ഇന്നലെ നിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവള് എനിക്ക് അതൊന്നും കേൾക്കണ്ട, തീർച്ചയായിട്ടും നിങ്ങൾ അമേരിക്കയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നു. വേറെ വഴിയില്ലാതെ അയാൾ ഇപ്പോൾ വൈഫിന്റെ അടുത്ത് ശരി ഞാൻ അമേരിക്കയ്ക്ക് പോകാമെന്ന് പറയുന്നു. അതിനൊക്കെ ശേഷം ഇവർ നേരെ ഒരു ഏജൻസിയെ ചെന്ന് കണ്ടിട്ട് അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ ഏതൊക്കെ കോഴ്സ് പഠിക്കണം, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നു. അവരൊരു 4-5 കോഴ്സ് ഒക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അമേരിക്കയ്ക്ക് പോകാമെന്ന് പറയുന്നു. അങ്ങനെ അന്ന് മുതൽ നമ്മളുടെ ഹീറോ ആ കോഴ്സുകളെല്ലാം പഠിക്കാൻ തുടങ്ങുകയാണ്. കഷ്ടപ്പെട്ട് രാപ്പകലില്ലാതെ ഉറക്കവും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ച് കൃത്യമായിട്ട് പഠിച്ച് ഇപ്പോൾ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ കൊടുത്ത് അവനും അങ്ങനെ അമേരിക്കയ്ക്ക് പോകാനുള്ള അവസരം ലഭിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ നമ്മളുടെ ഹീറോയിനും എല്ലാവരെയും വിളിച്ചിട്ട് ഒരു ചെറിയ പാർട്ടി പോലെ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷം പിന്നീട് ഇവൻ അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസയൊക്കെ കുറവുണ്ടായിരുന്നു. നമ്മളുടെ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ അടുത്ത് ഉണ്ടായിരുന്ന ഗോൾഡ് കാര്യങ്ങളൊക്കെ ഒരു സേട്ടുവിന്റെ അടുത്ത് കൊടുത്തിട്ട് പൈസയൊക്കെ സെറ്റ് ചെയ്യുന്നു. അടുത്ത ദിവസം നമ്മളുടെ ഹീറോ ഓടി വന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി അവളുടെ അടുത്ത് പറയുന്നു എനിക്ക് വിസ കൺഫേം ആയി, ഞാൻ വിസ മേടിക്കാൻ വേണ്ടിയിട്ട് നാളെ തന്നെ മദ്രാസിലേക്ക് പോകണം, അതുപോലെ തന്നെ US ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് 30-40 ലക്ഷം രൂപയാണ് ശമ്പളം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നിന്നെയും ഞാൻ കൊണ്ടുപോകും എന്നൊക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടി പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ മദ്രാസിലേക്ക് ചെല്ലുന്നു. എന്നാൽ അടുത്ത ദിവസം മദ്രാസിൽ ചെല്ലുന്ന സമയത്താണ് ഒരു കാര്യം സംഭവിക്കുന്നത്. ആ ഓഫീസിലുള്ള വ്യക്തി ഇവന്റെ അടുത്ത് നിങ്ങൾക്ക് വിസ അലോ ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ റിജക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. ഇത് കേട്ട് നമ്മളുടെ ഹീറോ ആകെ ഷോക്ക് ആവുകയാണ്. ഈ ഒരു കാര്യം എങ്ങനെ ഹീറോയിനെ വിളിച്ച് പറയും എന്നുള്ള കാര്യത്തിൽ അവൻ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നു. അങ്ങനെ ഇപ്പോൾ വളരെയധികം മനസ്സ് തകർന്ന് അവൻ നേരെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഇപ്പോൾ അവൻ വീട്ടിൽ വന്നിട്ട് അവളുടെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. അവളാണെങ്കിൽ അതെല്ലാം കേട്ടിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. അതിനുശേഷം രാത്രി ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റിട്ട് നമ്മളുടെ ഹീറോയിൻ അവൻ്റെ അടുത്ത് പറയുന്നു തീർച്ചയായിട്ടും നിങ്ങൾ അമേരിക്കയ്ക്ക് പോയേ പറ്റൂ, ഇല്ലെങ്കിൽ ആ ചിറ്റയുടെ മുന്നിലും അതുപോലെ ആ പാർട്ടിക്ക് വന്ന എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം കെടും. അപ്പൊ അവൻ പറയുന്നുണ്ട് നീ എന്തൊക്കെയാ പറയുന്നത്, ഇത് നടക്കാത്തൊരു കാര്യമല്ലേ, അതിനുവേണ്ടി ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന്. അപ്പൊ അവള് പറയുന്നു നിങ്ങൾ അങ്ങനെയാണെങ്കിൽ വിസയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും ട്രൈ ചെയ്യ്, എന്നിട്ട് ആ വിസ വരുന്നത് വരെ നിങ്ങൾ വല്ല ഹോട്ടലിലും പോയി തങ്ങ്, നിങ്ങൾ അമേരിക്കയിലാണെന്ന് ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ഇപ്പോൾ അയാൾക്കും വേറെ വഴിയില്ലാതെ അവനൊരു ഹോട്ടലിൽ പോയി താമസിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ഹീറോയിൻ അടുത്ത ദിവസം തന്നെ ആ ഒരു ഏജൻസിക്കാരെ ചെന്ന് കാണുന്നു. അപ്പോൾ അവർ പറയുന്നു ആ ഒരു വഴി അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു 4-5 ലക്ഷം രൂപയും കൂടി ചിലവാക്കി കഴിഞ്ഞാൽ മറ്റൊരു വഴിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഹീറോയുടെ പരിചയക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അയാളുടെ അടുത്ത് നിന്ന് ഇപ്പോൾ ഇവർ ഒരു 2-3 ലക്ഷം രൂപ മേടിക്കുകയാണ്. അതുപോലെ തന്നെ വീട്ടിലുള്ള പൈസയും കാര്യങ്ങളെല്ലാം കൂട്ടി വെച്ചിട്ട് ഒരു 1 ലക്ഷം രൂപയും കൂടി സെറ്റ് ചെയ്തിട്ട് 4 ലക്ഷം രൂപ അവൾ കൊണ്ടുപോയിട്ട് ഏജൻസിക്ക് കൊടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഏജൻസിക്കാരും ഇനിയിപ്പോൾ 1-2 മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിസ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുന്നു. അവളും സന്തോഷത്തോടു കൂടി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവൾ ഒരു ദിവസം അവളുടെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ആരും കാണാതെ തന്നെ ആ ഒരു ഹോട്ടലിലേക്ക് ചെല്ലുന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് പോകാൻ പറ്റും എന്നൊക്കെ അവള് അവൻ്റെ അടുത്ത് പറയുന്നു. അവനപ്പോൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവളാണെങ്കിൽ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ആ വട്ടിപ്പലിശക്കാരൻ അവളുടെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് എൻ്റെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഞാൻ അധികം പലിശയൊന്നും കൂട്ടാതെ തന്നെ നിങ്ങൾക്ക് ആ പൈസ തന്നിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ലാഗായി പോകുന്നതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, എനിക്ക്
എനിക്ക് അതിന്റെ മേലെ ആ ഒരു വട്ടി പലിശ തന്നെ തരണമെന്ന് പറയുന്നു. അപ്പൊ അവള് നോക്കുമ്പോൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ എല്ലാം റെഡി ആവുമല്ലോ, അതുകൊണ്ട് തന്നെ അവള് അവന്റെ അടുത്ത് പറയുന്നു അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെ ആ രീതിക്ക് ചെയ്യാമെന്ന് പറയുന്നു. എന്നിട്ട് അവള് ഒരു 2 ലക്ഷം രൂപ കൂടി തരാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ അതും അവൾക്ക് കൊടുക്കുകയാണ്. പക്ഷെ അത് കൊടുക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു എഗ്രിമെന്റ് കൊണ്ടുവരാം, അതിൽ ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്യണമെന്ന്. അവളും അതിന് ഓക്കെ പറയുന്നു. അവൾ എന്നിട്ട് ഹസ്ബൻഡിനെ വിളിച്ചിട്ട് നിങ്ങൾക്കുള്ള പൈസ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ നിങ്ങളൊന്ന് അമേരിക്കയ്ക്ക് പോയാൽ മാത്രം മതി എന്ന് പറയുന്നു. ഹസ്ബൻഡ് അപ്പോൾ നീ എവിടെ നിന്നാണ് ഇത്രയും പൈസ അറേഞ്ച് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവള് അതൊന്നും നിങ്ങൾ അറിയണ്ട, ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവള് ഹസ്ബൻഡിനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി റെഡിയാവുന്ന സമയത്താണ് കറക്റ്റ് അവിടേക്ക് രാമകൃഷ്ണൻ ഈ എഗ്രിമെന്റ് കൊണ്ടുവരുന്നത്. അങ്ങനെ രാമകൃഷ്ണൻ എഗ്രിമെന്റ് കൊണ്ടുവന്ന് അവളതൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അയാൾ ഹോട്ടലിൽ പോയി ഇനി ഭക്ഷണം കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവള് എന്നാ പിന്നെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് പറയുന്നു. അവൾ അങ്ങനെ പോയി ഭക്ഷണം എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് അവൾ നോക്കുമ്പോൾ ഹാളിൽ ഇരുന്നുകൊണ്ട് ഇയാള് മദ്യപിക്കുകയാണ്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ച് അവൾ ഇച്ചിരി ദേഷ്യപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട് ഞാൻ എന്നും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുടിക്കാറുണ്ടെന്ന്. അങ്ങനെ ഇപ്പോൾ അയാൾ അതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ഹസ്ബൻഡിനെ പോയി കാണുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവളുടെ ഉള്ളിൽ ഇതൊന്നും വേണ്ടായിരുന്നു എന്നുള്ള തോന്നലൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും തന്റെ ഹസ്ബൻഡിനെ എങ്ങനെയെങ്കിലും അമേരിക്കയ്ക്ക് പറഞ്ഞയക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് അവളുള്ളത്. അങ്ങനെ ഇപ്പോൾ കുറച്ച് നാളുകൾ മുന്നോട്ട് പോവുകയാണ്. ഈ രാമകൃഷ്ണനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്നു, ഇങ്ങനെ മദ്യപിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഈ രീതിയിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവൾക്കാണെങ്കിൽ അതൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കെ കുറച്ച് നാളുകൾ അങ്ങനെ പോയി. ഒരു ദിവസം നമ്മളുടെ ഹീറോയിൻ അവളുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ, നാളെയാണ് പോകേണ്ടതെന്ന് പറയുന്നു. എന്നിട്ട് കൃത്യസമയത്ത് എയർപോർട്ടിൽ വരണം എന്നൊക്കെ അവള് അവന്റെ അടുത്ത് പറയുന്നു. അതിനുശേഷം അവൾ പോയി ഹസ്ബൻഡിനെ കണ്ടിട്ട് അവള് തിരിച്ച് വീട്ടിലേക്ക് ഇത്തിരി ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ആ ഒരു സമയത്ത് അവൾ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് കൃഷ്ണ അവിടേക്ക് വരുന്നു. അപ്പൊ കൃഷ്ണയുടെ അടുത്ത് നീ എന്തിനാ ഈ സമയത്ത് വന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പുറത്തു പോയതുകൊണ്ട് വീടൊന്ന് നോക്കണം എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഇരിക്കെ കുറച്ച് സമയത്തിനുള്ളിൽ രാമകൃഷ്ണൻ അവിടേക്ക് വരികയാണ്. രാമകൃഷ്ണൻ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടാണ് ഇപ്പൊ വീട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആകെ ദേഷ്യം വരികയാണ്. പക്ഷെ അയാൾ വന്നിട്ട് അവളുടെ അടുത്ത് ഒരു ഓംലേറ്റ് ഉണ്ടാക്കി തരാൻ വേണ്ടി പറയുകയാണ്. അവൾ അങ്ങനെ ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അയാള് പുറകിലൂടെ വന്നിട്ട് അവളെ ഹഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവളാണെങ്കിൽ പെട്ടെന്ന് ഭയങ്കര ഷോക്കായിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു. അയാൾ പെട്ടെന്ന് ഹാളിലേക്ക് ഓടി വന്നിട്ട് അവളുടെ അടുത്ത് സോറിയൊക്കെ പറയുന്നു. അതിനുശേഷം അയാൾ ഭയങ്കരമായിട്ടൊന്ന് അട്ടഹസിച്ചിട്ട് അവളുടെ അടുത്ത് പറയുന്നു എന്റെ പൈസ എന്നാണ് നിങ്ങൾ തരാൻ പോകുന്നത്, നീയും നിന്റെ ഹസ്ബൻഡും കൂടി എന്നെ പറ്റിക്കല്ലേ, ശരിക്കും അവൻ വിദേശത്തൊന്നും പോയിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം, അവൻ താമസിക്കുന്ന ഹോട്ടൽ ഏതാണെന്നും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്കറിയാമെന്നൊക്കെ അയാൾ പറയുന്നു. അപ്പോഴേക്കും നമ്മളുടെ ഹീറോയിൻ അയാളുടെ അടുത്ത് കൈകൂപ്പിക്കൊണ്ട് പറയുന്നു ഞാൻ ശരിക്കും നിങ്ങളെ ചതിക്കുകയായിരുന്നില്ല, ഞങ്ങളിപ്പോൾ ആ രീതിക്കുള്ള ഒരു സിറ്റുവേഷനിലാണുള്ളത്, നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവള് ഇത് ആരുടെടുത്തും പറയരുതെന്നൊക്കെ പറയുന്നു. ആ ഒരു സമയത്ത് അയാൾ ശരി ഓക്കെ ഞാൻ ആരുടെടുത്തും പറയുന്നില്ല, പക്ഷെ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇപ്പോൾ അവളുടെ അടുത്ത് പോയിട്ട് ഒരു ഓംപ്ലേറ്റ് അടിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറയുന്നു. അതുപോലെ തന്നെ അയാൾക്കുള്ള മദ്യം ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാനൊക്കെ അയാൾ പറയുന്നുണ്ട്. അവൾക്കപ്പോൾ വേറൊരു വഴിയുമില്ലാതെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നു. ആ ഒരു സമയത്തൊക്കെ അയാൾ ഇവളെ വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിലാണ് നോക്കുന്നത്. അങ്ങനെ നമ്മളുടെ ഹീറോയിൻ ഇപ്പോൾ കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവൾ ഭയങ്കര വിഷമത്തിൽ താൻ ഇത്തരത്തിലൊരു പ്രശ്നത്തിൽ പെട്ടുപോയല്ലോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര വിഷമത്തിൽ കരയുകയാണ്. അതിനുശേഷം അവൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്ന സമയത്ത് രാമകൃഷ്ണൻ അവളുടെ അടുത്തേക്ക് കുറച്ച് ക്ലോസ് ആയിട്ട് വരുന്നു. പക്ഷെ അവളുടെ അടുത്തേക്ക് വന്ന ഉടനെ തന്നെ രാമകൃഷ്ണൻ അവിടെ കുഴഞ്ഞു വീഴുകയാണ്. എന്നിട്ട് നമ്മളുടെ ഹീറോയിൻ ഇപ്പൊ പോയി ഡോർ തുറക്കുന്ന സമയത്ത് അവിടെ ഡോറിന്റെ പുറത്തായിട്ട് നമ്മളുടെ കൃഷ്ണ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ എന്നിട്ട് നേരെ അകത്തേക്ക് ഓടിച്ചെന്നിട്ട് അയാൾക്ക് എന്ത് പറ്റിയെന്ന് നോക്കുന്ന സമയത്ത് അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ പേടിച്ചിട്ട് അവനും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇപ്പോഴാണ് നമുക്ക് കാണിക്കുന്നത് നമ്മളുടെ ഹീറോയിൻ വിഷം എടുത്തിട്ട് ആ ഒരു മദ്യത്തിൽ മിക്സ് ചെയ്തായിരുന്നു അയാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ പ്രസന്റിൽ നമ്മളുടെ ഹീറോയിൻ ഈ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൊമെന്റ് എത്തുന്ന സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവര് സത്യത്തിൽ എന്താണ് സംഭവിച്ചത്, നീ പറഞ്ഞ രീതിയിലല്ലല്ലോ എന്നൊക്കെ അവളുടെ അടുത്ത് വീണ്ടും ചോദിക്കുന്നു. അവിടെ വെച്ച് കേട്ടായി ഇപ്പോൾ സ്റ്റാർട്ടിംഗ് സീനിൽ നമുക്ക് ആ ബോഡീന്റെ പാർട്സ് ഒക്കെ കിട്ടുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, സോ അതിന്റെ ബാക്കി എന്താണെന്ന് കാണിക്കുന്നു. ഇപ്പൊ മേലുദ്യോഗസ്ഥൻ പോലീസുകാരുടെ അടുത്ത് ആ ബോഡിയിൽ നിന്നും വേറെന്തെങ്കിലും തെളിവ് കിട്ടിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു വണ്ടിയുടെ താക്കോല് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു താക്കോല് കൊടുക്കുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നു ഇപ്പൊ ബോഡി പാർട്സ് കിട്ടിയത് 3 സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ്, സോ ഈ ഒരു സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ഒരു 4ാമത്തെ ഒരു സ്ഥലത്ത് കൂടി നിങ്ങൾ അന്വേഷിക്കൂ, ചിലപ്പോൾ എന്തെങ്കിലും തുമ്പ് കിട്ടുമെന്ന്. അങ്ങനെ ഇപ്പൊ പോലീസുകാര് പറഞ്ഞ പ്രകാരം അന്വേഷിക്കുന്ന സമയത്താണ് ആ കാറ് കണ്ടെടുക്കുന്നത്. കാറ് കണ്ടിട്ട് ആ കാറിൽ എന്തെങ്കിലും പ്രൂഫ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് അതിൽ നിന്നും നമ്മളുടെ ഹീറോയിൻ സൈൻ ചെയ്തിട്ടുള്ള ആ ഒരു എഗ്രിമെന്റ് കാണുന്നു. ഉടനെ തന്നെ അവര് നമ്മളുടെ ഹീറോയിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് രാമകൃഷ്ണനെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നു എനിക്കറിയാം, ഞങ്ങൾ അയാളുടെ അടുത്ത് നിന്നായിരുന്നു കുറച്ച് പൈസ കടം മേടിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഹസ്ബൻഡ് അമേരിക്കയിലാണെന്നും അവൾ പറയുന്നു. അപ്പൊ ഇവളുടെ ഈ സംസാരം എല്ലാം കേട്ടിട്ട് പോലീസുകാർക്ക് അതത്ര വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവര് വീട്ടിലൊക്കെ കയറി ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് യാതൊരു എവിഡൻസും അവിടെ നിന്ന് ലഭിക്കുന്നില്ല. അങ്ങനെ ഇപ്പൊ പോലീസ് പുറത്തു നോക്കുന്ന സമയത്താണ് അവിടെ റോഡ് സൈഡിലായിട്ട് ഒരു കട പോലെ ഒരു കാര്യം കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച സമയത്താണ് പോലീസിന് മനസ്സിലാവുന്നത് ഇവിടെ അയൺ ചെയ്യുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു എന്നും ഇപ്പൊ കുറച്ചു ദിവസങ്ങളായിട്ട് അവരെ ഇവിടെ കാണാനില്ലെന്നും. അങ്ങനെ ഇപ്പൊ പോലീസ് ഉടനെ തന്നെ അവരെ സ്റ്റേഷനിലേക്ക് ഹാജരാക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ പോലീസുകാര് അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ സ്റ്റേഷനിൽ വന്നിട്ട് അവരെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് കൃഷ്ണ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് കൃഷ്ണ പറയുന്നു, ഞാനാണ് ആ കൊല ചെയ്തത്, ഞാനാണ് ആ ഒരു ബോഡിയെ പീസ് ആക്കിയിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ കൊല എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ ഹീറോയിന്റെ വീട്ടിൽ വെച്ചിട്ടാണെന്ന് പറയുന്നു. അപ്പൊ പോലീസുകാർ എന്താണ് വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ചാൻസ് ഇല്ല, തീർച്ചയായിട്ടും നമ്മളുടെ ഹീറോയിൻ ഉണ്ടല്ലോ അവളും കൂടിയിട്ട് സഹായിച്ചിട്ട് മാത്രമേ ഇത് ചെയ്തിട്ടുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഹീറോയിനെയും അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കൃഷ്ണ താനാണ് കുറ്റം ചെയ്തതെന്ന് അവൻ സമ്മതിക്കുന്നു. അപ്പോൾ ജഡ്ജി അവളുടെ അടുത്ത് കുറ്റം അവൻ സമ്മതിച്ചെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടാണ് അവൻ ചെയ്തത് എന്നൊരു സംശയമുണ്ട്, അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ ഹീറോയിൻ ഒന്നും തന്നെ പറയാതെ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എന്ത് ചോദിച്ചാലും അവള് സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൾക്കും ഈ ഒരു കേസിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിധിക്കുകയാണ്. അവിടെ വെച്ച് കേട്ടായി ഇപ്പൊ പ്രസന്റില് നമ്മളുടെ ഹീറോയിന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന അവര് ഇപ്പൊ അവളുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ വിഷം കൊടുത്തിട്ടായിരിക്കില്ല അയാൾ മരിച്ചിട്ടുണ്ടാവുക, കൃഷ്ണ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അയാളെ കൊന്നിട്ടുണ്ടാവുക എന്ന്. പക്ഷെ അവള് ആ ഒരു കാര്യത്തിനും ഒന്നും പറയുന്നില്ല. അവിടെ വെച്ച് കേട്ടായി ഇപ്പോൾ കുറച്ചു മാസങ്ങൾക്ക് ശേഷം നമ്മളുടെ ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ട് ഗീത എന്ന് പറഞ്ഞ ഈ ഒരു റിപ്പോർട്ടർ വീണ്ടും വരികയാണ്. ഗീത വന്നിട്ട് നമ്മളുടെ ഹീറോയിന്റെ അടുത്ത് ഫോൺ കൊടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് ഒരാൾക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ ഫോണ് സ്പീക്കറിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഫോണിലുള്ള വ്യക്തി ഹലോ എന്ന് പറഞ്ഞ സമയത്ത് അത് മറ്റാരും ആയിരുന്നില്ല, അവളുടെ ഹസ്ബൻഡ് ആയിരുന്നു. ഹസ്ബൻഡ് ഇപ്പോൾ അവളുടെ അടുത്ത് പറയുന്നു, ഞാനിപ്പോൾ 7-8 വർഷമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പലപ്പോഴായിട്ട് നിന്നെ കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നിന്നെ ഈ ഒരു അവസ്ഥയിൽ കാണാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. നീ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാനിപ്പോൾ അമേരിക്കയിലാണുള്ളത്, കാര്യങ്ങളെല്ലാം നീ ആഗ്രഹിച്ച രീതിയിൽ മാറി, പക്ഷേ എനിക്കിവിടെ മനസ്സമാധാനം മാത്രമില്ല, എന്ത് പ്രശ്നമാണെങ്കിലും നിനക്കത് എൻ്റെ അടുത്ത് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ച് അവനിങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് അവള് ഭയങ്കര വിഷമത്തിൽ കരയുന്നു. അപ്പോൾ ഗീത അവളുടെ അടുത്ത് പറയുന്നു, ഇനിയിപ്പോൾ നിങ്ങളുടെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞല്ലോ, ഇനി നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാമല്ലോ എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഗീത അവിടെ നിന്ന് പോവുകയാണ്. ഗീതയാണെങ്കിൽ ഇവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ട് ഇവളുടെ ശിക്ഷ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മളുടെ ഹീറോയിൻ്റെ ശിക്ഷ കഴിയുകയാണ്. സോ അതോടുകൂടി ഈ ഒരു മൂവി അവസാനിക്കുന്നു. സോ ഫ്രണ്ട്സ്, ഈ ഒരു മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള മൂവീസ് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.